എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 2 പാർട്ട് 3 ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 35-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ഓപ്ഷൻ എ ആണ് ആൻസർ, കാപ്പി. കാപ്പിയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്. 1ാം സ്ഥാനം കർണാടകയ്ക്കാണ്. കാപ്പി ഉൽപ്പാദനത്തിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ 1ാം സ്ഥാനമുള്ളത് കർണാടകയ്ക്കാണ്. 36-ാമത്തെ ക്വസ്റ്റ്യൻ, 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ആലപ്പുഴ. ആലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് 1859. ഡാറാസ്മയിലാണ് ആദ്യത്തെ കയർ ഫാക്ടറി. ഡാറാസ്മയിലാണ് ആദ്യത്തെ കയർ ഫാക്ടറി. 37-ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിലാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്നത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. മലയാളത്തിലെ 2ാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമാണ് പശ്ചിമോദയം. പശ്ചിമോദയം മലയാളത്തിലെ 2ാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമാണ്. 1847 തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് പശ്ചിമോദയം. 1847 തലശ്ശേരിയിൽ നിന്നാണ് പശ്ചിമോദയം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപവേദാർത്ഥം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപവേദാർത്ഥം. ക്ലെമന്റ് പിയാനസ് ആണ് രചിച്ചത്. ക്ലെമന്റ് പിയാനസ് ആണ് സംക്ഷേപവേദാർത്ഥം രചിച്ചത് 1772. 1772 ക്ലെമന്റ് പിയാനസ് ആണ് സംക്ഷേപവേദാർത്ഥം രചിച്ചത്. 38-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ശരിയായ ആൻസേഴ്സാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം ഏകദേശം 2695 മീറ്റർ. ഇവയെല്ലാം ആനമുടിയെക്കുറിച്ചുള്ള ശരിയായ പരാമർശങ്ങളാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം ഏകദേശം 2695 മീറ്റർ ഉയരം. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. 39-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, കോതമംഗലം. കോതമംഗലമാണ് കേരളത്തിൻ്റെ കായിക തലസ്ഥാനമായി അറിയപ്പെടുന്നത്. 40-ാമത്തെ ക്വസ്റ്റ്യൻ, 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയാണ് 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2024 G20 ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലാണ്. 2024 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രസീലാണ്. 2023 ഇന്ത്യയിലാണ് G20 ഉച്ചകോടിക്ക് വേദിയായത്. 41-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ബി അബ്ദുറഹ്മാൻ. ബി അബ്ദുറഹ്മാനാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി. വ്യവസായം, നിയമം, കയർ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ്. വ്യവസായം, നിയമം, കയർ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ്. വനം വകുപ്പ് മന്ത്രിയാണ് AK ശശീന്ദ്രൻ. വനം വകുപ്പ് മന്ത്രിയാണ് AK ശശീന്ദ്രൻ. സിവിൽ സപ്ലൈസ്, ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് GR അനിൽ. സിവിൽ സപ്ലൈസ്, ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് GR അനിൽ. 42-ാമത്തെ ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, HDFC. HDFC ബാങ്കാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക്.
43-ാമത്തെ ക്വസ്റ്റ്യൻ 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ പൃഥ്വിരാജ്. പൃഥ്വിരാജാണ് 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്. 44-ാമത്തെ ക്വസ്റ്റ്യൻ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ സി ആണ് ആൻസർ അർഷാദ് നദീം. അർഷാദ് നദീമാണ് സ്വർണ്ണ മെഡൽ നേടിയ പാകിസ്ഥാൻ താരം. 45-ാമത്തെ ക്വസ്റ്റ്യൻ ലോക നാട്ടറിവ് ദിനം. ഓപ്ഷൻ എ ആണ് ആൻസർ ഓഗസ്റ്റ് 22. ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം. 46-ാമത്തെ ക്വസ്റ്റ്യൻ ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാഗ് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ഡെങ്കി വൈറസ്. ഡെങ്കി വൈറസിനെതിരെയുള്ളതാണ് ടാഗ് 003 വാക്സിൻ. 47-ാമത്തെ ക്വസ്റ്റ്യൻ 2024 മികച്ച സിനിമയ്ക്കുള്ള 96-ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ ബി ആണ് ആൻസർ കിലിയൻ മർഫി. കിലിയൻ മർഫിക്കാണ് 96-ാം ഓസ്കാർ അവാർഡിൽ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. 48-ാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഓപ്ഷൻ സി ആണ് ആൻസർ മാനന്തവാടി. മാനന്തവാടി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് OR കേളു. 49-ാമത്തെ ക്വസ്റ്റ്യൻ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി. ഓപ്ഷൻ എ ആണ് ആൻസർ അൽഗോരിതങ്ങളുടെ നാട്. അൽഗോരിതങ്ങളുടെ നാട് എന്ന കൃതിക്കാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 50-ാമത്തെ ക്വസ്റ്റ്യൻ 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ അർജന്റീന. അർജന്റീനയാണ് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. 51-ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി. ഓപ്ഷൻ എ ആണ് ആൻസർ ന്യൂറാലിങ്ക്. ന്യൂറാലിങ്ക് ആണ് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി. 52-ാമത്തെ ക്വസ്റ്റ്യൻ 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര്. ഓപ്ഷൻ സി ആണ് ആൻസർ നീലു. നീലു എന്നാണ് 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര്. 53-ാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ 2ഉം 4ഉം. ചർവണകം, അഗ്രചർവണകം എന്നിവയാണ് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നവയാണ് ഉളിപ്പല്ല്. മുൻവശത്ത് താഴെയും മുകളിലുമായി 8 പല്ലുകളാണ് ഉളിപ്പല്ലുകളായിട്ടുള്ളത്. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നതാണ് ഉളിപ്പല്ലുകൾ. മുൻവശത്ത് താഴെയും മുകളിലുമായി 8 പല്ലുകളാണ് ഉളിപ്പല്ലുകളായിട്ടുള്ളത്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകളുള്ളവയാണ് കോമ്പല്ലുകൾ. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലുമായി മുകളിലും താഴെയുമായി 4 പല്ലുകളാണ് കോമ്പല്ലുകളായിട്ടുള്ളത്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നവയാണ് കോമ്പല്ലുകൾ. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നവയാണ് കോമ്പല്ലുകൾ. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 8 പല്ലുകളാണ് അഗ്രചർവണകം. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 8 പല്ലുകളാണ് അഗ്രചർവണകം. ചവച്ചരയ്ക്കാനാണ് അഗ്രചർവണകം സഹായിക്കുന്നത്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് അഗ്രചർവണകം. അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി 12 പല്ലുകൾ, അവയാണ് ചർവണകങ്ങൾ.
അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി 12 പല്ലുകളാണ് ചർവണകം. ചവച്ചരയ്ക്കാനാണ് ചർവണകം സഹായിക്കുന്നത്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് ചർവണകം.